വിവർത്തനത്തിലെ പഞ്ചതത്വങ്ങൾ. AD 1504 ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള എറ്റിയൻ ഡോലെയാണ് പഞ്ചതത്വങ്ങൾ അവതരിപ്പിച്ചത്. മൂലകൃതിയുടെ ഉദ്ദേശത്തിൽ അനുസൃതമാവണം വിവർത്തനം. ഒന്നാമത്തെ പോയിൻ്റാണ് മൂലകൃതിയുടെ ഉദ്ദേശത്തിൽ അനുസൃതമാവണം വിവർത്തനം. വിവർത്തകന് ശ്രോതഭാഷയിൽ അവഗാഹം ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് വിവർത്തകന് ശ്രോതഭാഷയിൽ അവഗാഹം ഉണ്ടായിരിക്കണം. 3 പദാനുപദ തർജിമ ഒഴിവാക്കണം. 4 സാധാരണവും സമകാലികവുമായ ഭാഷയായിരിക്കണം വിവർത്തനമെന്നും. ലക്ഷ്യഭാഷാ പ്രധാനമായ വിവർത്തന സിദ്ധാന്തങ്ങളായിരുന്നു ഈ പഞ്ചതത്വങ്ങളിൽ അടങ്ങിയിരുന്നത്. ഇതിനുശേഷം വിവർത്തനത്തെ പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചത് അലക്സാണ്ടർ ബെറ്റ്ലർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്ലേഷൻ 1791 പുറത്തിറങ്ങിയ പുസ്തകമാണ്. അതിൽ വിവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വിവർത്തനം മൂലകൃതിയെ കൃത്യമായി പിന്തുടരുന്നതായിരിക്കണം. വിവർത്തനം മൂലകൃതിയെ കൃത്യമായി പിന്തുടരുന്നതായിരിക്കണം. ശ്രോതപാഠത്തിൻ്റെ ശൈലിയും ആശയവും വിവർത്തനത്തിൽ നിലനിർത്താൻ ശ്രമിക്കണമെന്നുമായിരുന്നു ടൈറ്റ്ലറുടെ വാദം. വിശ്വസ്തത, വ്യക്തത, ചാരുത എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അദ്ദേഹം 3 പോയിന്റിനാണ് പ്രാധാന്യം കൊടുത്തത്. 1 വിശ്വസ്തത, വ്യക്തത, ചാരുത.